ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു കിടിലൻ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ചൂട് സമയത്ത് ഇളനീര് വെറുതെ കുടിക്കുന്നതിന് പകരം ഇതുപോലെ ട്രൈ ചെയ്ത് കുടിച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ അതിനായിട്ട് ചൈന ഗ്രാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിലത്തെ അതിൽ 2 പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെച്ച്. ഇപ്പോൾ കാണിക്കുന്നത് തേങ്ങയുടെ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് വെള്ളം, സാധാ വെള്ളം അരക്കപ്പും, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതിൽ ഒരു തേങ്ങയിൽ ഇപ്പോൾ എത്ര വെള്ളം ഉണ്ടാകുന്നോ അതിൻ്റെ പകുതി അളവിലേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ്. നല്ല ചൂടാക്കി എടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മിക്സായി വരണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യാനുസരണം പോലെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തന്നെ വരണം എന്നില്ല. നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലുതായിട്ട് കറക്റ്റ് സൈസിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്ലേറ്റിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇപ്പോൾ വേറൊരു ജാറിലേക്ക് ടെൻഡർ കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, അതുപോലെ കാച്ചി വെച്ച പാലാണ് കേട്ടോ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യും. ഇപ്പോൾ 2 കപ്പ് പാല്, ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് പോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാലൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം, നമ്മുടെ ഇളനീര് വെള്ളം, അതും ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കൂടെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളം, അതായത് ഇളനീര് വെള്ളവും കൂടെ നമ്മളിതിൽ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അടിച്ചിട്ട് അത് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ശരിക്കും എന്താ പറയുക, നല്ലൊരു തിക്കായുള്ളൊരു പാല് പോലെയാണ് കേട്ടോ. ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജെല്ലിയും ഇവിടെ അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് തന്നെ വെച്ച സമയത്ത് തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായി കിട്ടാനായിട്ട് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം പോലെ നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട്, അങ്ങനെ ഇത് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വെച്ചിട്ട് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കണ്ടല്ലോ, നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ജെല്ലി. ഇതിപ്പോൾ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ ജെല്ലി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ജ്യൂസ് അടിച്ചു വെച്ചിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സബ്ജ സൈഡ് ഇട്ട് കൊടുക്കട്ടെ, അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെയാണ്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ കുടിക്കുന്നതിന് പകരം കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കുടിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി വീട്ടിൽ ഇളനീര് മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ടെൻഡർ കോക്കനട്ട് സർബത്ത് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത്, അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.